കനത്ത ചൂടിലാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങൾ. അതേസമയം ഹൈറേഞ്ചുകളിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയും തുടരുകയാണ്. ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം വിവിധ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. സൗദിയിൽ ഉഷ്ണതരംഗം തുടരുകയാണ്. അകവും പുറവും ഒരുപോലെ പുകയുന്ന കാലാവസ്ഥ. കിഴക്കൻ പ്രവിശ്യയും റിയാദും ഉൾപ്പെടെ മധ്യമേഖലകളും മക്ക, മദീന, ജിദ്ദ ഉൾപ്പെടെ പടിഞ്ഞാറൻ പ്രവിശ്യയുമെല്ലാം തിളക്കുന്ന ചൂടിലേക്കാണ് നീങ്ങുന്നത്. കനത്ത മഴയും ഇത്തവണ ലഭിച്ചിരുന്നു. മാറിമറിയുന്ന കാലാവസ്ഥ സൗദിയിലും തുടരുകയാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങൾ ഉഷ്ണതരംഗത്തിൽ തിളച്ചുമറിയുന്നതായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം തന്നെയാണ് അറിയിച്ചത്. അതികഠിനമായ ചൂട് അനുഭവപ്പെട്ട കിഴക്കൻ പ്രവിശ്യയിൽ താപനില 2 തവണയിലേറെ 50 ഡിഗ്രി പിന്നിട്ടു. വേനലിന്റെ ആദ്യ പാദത്തിൽ തന്നെ ഉഷ്ണതരംഗം പ്രകടമായത് വരും ദിനങ്ങളിൽ എങ്ങനെയായിരിക്കും കാലാവസ്ഥ എന്നതിന്റെ സൂചനയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മക്കയിലടക്കം ഇത്തവണ താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ കടന്നു. ഏകദേശം 10-32 വർഷത്തിനിടയിൽ ഇത്രയും കഠിനമായ ഒരു ചൂട് ആദ്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ ഹാജിമാർ പോലും അനുഭവിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി നിരവധി ഹാജിമാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും മരണം വരെ സ്ഥിരീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ 32 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്ര ഏകദേശം 50 ഡിഗ്രിക്ക് മേളിൽ വരെ നമുക്ക് ചൂട് അനുഭവപ്പെട്ടത്. അത് കാരണം നമ്മുടെ ഈ ജീവിതശൈലി തന്നെ പലരും മാറുകയും ഉച്ച സമയങ്ങളിൽ അതികഠിനമാണ്. അതായത് നമ്മൾ പുറത്തോട്ട് പോലും ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിലുള്ള ചൂടാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് മേഖലയിലും ഉഷ്ണതരംഗം വരും ദിനങ്ങളിലും തുടരും. കനത്ത ചൂടിൽ പലയിടത്തും എയർ കണ്ടീഷൻ സംവിധാനങ്ങളും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരുന്നു. ചൂടിനൊപ്പമുള്ള ഉഷ്ണക്കാറ്റാണ് പ്രതിസന്ധിയാകുന്നത്. കനത്ത ചൂടിൽ സൂര്യാതപം ഏൽക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കാൻ ആരോഗ്യ മന്ത്രാലയം ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, കുട ഉപയോഗിക്കുക, പകൽ നേരിട്ടുള്ള വെയിൽ പരമാവധി ഒഴിവാക്കുക. ഇതാണ് കാര്യമായി ചെയ്യാനുള്ളത്. ഇവിടെ വരുന്നുള്ള എല്ലാ ഹാജിമാരോടും മാത്രമല്ല മക്കയിലുള്ള എല്ലാ ആളുകളോടും നമ്മൾ പറയുന്നത് ആവശ്യത്തിനുള്ള വെള്ളം, പ്ലെൻറ്റി ഓഫ് വാട്ടർ കുടിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ എല്ലാവരോടും പറയുന്നത്. അതിനുശേഷം ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. സൗദി ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പകൽ സമയങ്ങളിൽ 11 മണി മുതൽ 4 മണി വരെ സൂര്യൻ്റെ ചൂട് നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും അത് ജോലി സമയങ്ങൾ ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇത്തവണ അതികഠിനമായ ചൂടിന് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സെപ്റ്റംബർ വരെ രാവിലെ 11-നും ഉച്ചയ്ക്ക് 3-നും ഇടയിൽ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾ മന്ത്രാലയം നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. ലംഘിച്ചാൽ പിഴയാണ്. അതേസമയം ഒഴിവാക്കാനാകാത്ത സർവീസുകളുണ്ടാകും. അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കലും സ്ഥാപന ഉടമസ്ഥന്റെയോ സ്പോൺസറുടെയോ ബാധ്യതയാണ്. യാത്രകളെ പോലും ബാധിക്കുന്നുള്ളതാണ് ശരിയായ ഒരു അവസ്ഥ. കാരണം നമ്മൾ മുമ്പൊക്കെയാണ് യാത്രയിലൊക്കെ വളരെയധികം സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇപ്പോൾ ശക്തമായ ചൂടും കാറ്റും ഒക്കെയാണ്. ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനിയും വരും കാലങ്ങളിൽ ഇതിലും ചൂട് കൂടുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും ആശങ്കയിലാണ്. ഇതേസമയം സൗദിയിലെ ഹൈറേഞ്ചുകളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടിയിട്ടും കുറേ സ്ഥലത്ത് റിയാദും ജിദ്ദയൊക്കെ പോകുന്ന ഒരാളാണ്. ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ ഓട്ടാണെങ്കിലും നമുക്ക് ക്ഷീണോ വണ്ടിക്കോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസം, വണ്ടി ഹീറ്റാണ് പ്രശ്നം, അല്ലെങ്കിൽ വണ്ടീൻ്റെ ഉള്ളിൽ പൊടിയടിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ മണ്ണടിക്കുക. ഇവിടെയൊക്കെ ഏറ്റവും സാധാരണ ജിസാനിലൊക്കെ പോകുമ്പോൾ ജിദ്ദ വഴിയൊക്കെ ഞാനൊക്കെ പല അനുഭവമുണ്ട്. പോക്കറ്റ് നിറയെ മണ്ണ് നിന്ന സമയമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അത്രയും പൊടിക്കാറ്റും ഇതും വണ്ടീൻ്റെ ഹീറ്റിങ് ഒക്കെ നമുക്ക് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഈ ഡ്രൈവിങ്ങിൽ. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ സഭ അസീർ മേഖല നമ്മളെ മുകളിലുള്ള ഭാഗത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസം ഇന്ന് വരെ നമുക്ക് ആർക്കും വേണ്ട. ത്വായിഫ് മുതൽ അൽബഹ കടന്ന് അസീർ വരെ നീണ്ടു നിൽക്കുന്ന സറാവത്ത് മലനിരകൾ, അത് യമൻ വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ നിൽക്കുന്ന മികച്ച ഹൈറേഞ്ചും ടൂറിസം കേന്ദ്രവുമായ അബഹയിൽ മികച്ച കാലാവസ്ഥയാണ് നിലവിലുള്ളത്.
അത് പ്രാദേശികമായിട്ട് തന്നെ ഹൈ ഏരിയ, അതായത് ഈ ഒരു സർവാത്ത് മലനിരകൾ എന്ന് പറയുന്ന ഈ ഒരു ഹണി ബെൽറ്റ്, തായ്ഫ് മുതൽ യമൻ വരെ നീണ്ടു കിടക്കുന്ന അതിൻ്റെ ഒരു ഭാഗമാണ് അബ്ഹ. അപ്പോൾ അത് ഏതാണ്ട് 10,000 അടിയോളം ഉയര അൽസൂദ, അതിൻ്റെ താഴെ ഏതാണ്ട് 7,000 അടിയോളം മുകളിലാണ് ഇപ്പോൾ ഈ അബ്ഹ പട്ടണം കിടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 27 ആവറേജാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് രാവിലെ ആകുമ്പോഴേക്ക് 19-20 ആ രീതിയിലേക്ക് താഴും. ജിസാനിലെ പറ്റി പറയുകയാണെങ്കിൽ 40, 39, 38 ആ രീതിയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ തോതിലുള്ള ആ ഒരു ഈർപ്പം അന്തരീക്ഷത്തിലുള്ളതുകൊണ്ട് വലിയ വേർപ്പ്, അങ്ങനെ വലിയ വിഷമങ്ങളുണ്ട്. കാലാവസ്ഥ വിവിധ ഭാഗങ്ങളിൽ സൗദിയിൽ വ്യത്യസ്തമാണ്. കിഴക്കൻ പ്രവിശ്യ റിയാദ്, മദീന, അൽഖസീം മേഖലകളിലാണ് കനത്ത ചൂട് തുടരുന്നത്. ഹൈറേഞ്ചിലാകട്ടെ മഴ വരെയുണ്ട്. അബഹയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചൂട് എന്ന് പറയുന്നത് 30-ന് താഴെ 28 ഡിഗ്രിയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ, ഞങ്ങൾക്കൊന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ ചൂടാണെന്നാണ്, ചില പ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ചൂട്, ശക്തമായ ചൂട് വരുന്ന ദിവസങ്ങളുണ്ടാവും എന്നും ആണ് നമ്മൾ അറിയുന്നത്. പക്ഷേ സൗദി അറേബ്യൻ്റെ എല്ലാ പ്രദേശത്തേക്കാളും ഏറ്റവും നല്ല ക്ലൈമറ്റ് അബഹയിലും ഖമീസിലുമാണ്. പിന്നെ മാത്രമല്ല, ഇടയ്ക്ക് ഇന്നലെ 2 ദിവസമായി ഖമീസിൽ കണ്ടിന്യൂ മഴ പെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ മിഞ്ഞാൻ പെയ്തിട്ടുണ്ടായിരുന്നു. അബഹയിലും നല്ല മൂടിയ കാലാവസ്ഥ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, ഇവിടെ നിൽക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അബഹ ഒരു സ്വർഗം, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ കേരളത്തെ പറ്റി പറയും പോലെ. സൗദിയിലെ വേനൽക്കാലത്തിന്റെ മധ്യത്തിലാണ് ഈന്തപ്പഴ സീസൺ ആരംഭിക്കാറുള്ളത്. ഈന്തപ്പഴം പഴുക്കാൻ ചൂട് ആവശ്യമാണ്. എന്നാൽ ഇത്തവണ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ശക്തമായ ചൂട് സൗദിയിൽ തുടങ്ങി. 50 ഡിഗ്രിക്ക് മുകളിൽ വരെ അന്തരീക്ഷ ഊഷ്മാവ് എത്തി. ഇത് ഈന്തപ്പഴ കർഷകർക്ക് വെല്ലുവിളിയായിട്ടുണ്ട്. ഇതുമൂലം ഈന്തപ്പഴം നേരത്തെ പാകമാകുന്നതായാണ് കർഷകരുടെ അനുഭവം. ഈന്തപ്പഴത്തിന്റെ രുചിയും നിറത്തിനും തന്നെ മാറ്റം വന്നിരിക്കുന്നു. കൃഷിയെപ്പോലും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരങ്ങളെ എല്ലാം ഈ രീതിയിൽ നമുക്ക് ബാധിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ലേബർമാർ, അവിടുത്തെ പണിക്കാരൊക്കെ വളരെയധികം അവശ്യരായ ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ജോലി സംബന്ധമായ നിയന്ത്രണങ്ങൾ പോലും ഇവിടെ വരുത്തുകയുണ്ടായിട്ടുണ്ട്. ഈന്തപ്പഴത്തെ വരെ പഴുപ്പിച്ച ചൂട് സൗദിയിലെ സന്ദർശകർക്കും തീർത്ഥാടകർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. സൂര്യാതപമേറ്റ് നിരവധി പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഹീറ്റ് സ്ട്രോക്ക് ആയിട്ട് വരുന്ന ഹാജിമാർ, അല്ലെങ്കിൽ ഹാജിമാരല്ലാത്ത സാധാരണ ആളുകളെ നമ്മളെ ഹോസ്പിറ്റലുകളിൽ നിന്നാണ് ഫസ്റ്റ് അവരെ കൂളിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഒരുപാട് വെള്ളം കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ അവരുടെ ശരീരം തണുപ്പിച്ചെടുക്കുകയും ഐസ് പാക്ക്, തണുത്ത വെള്ളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ശരീരം തണുപ്പിച്ചെടുക്കും. മറ്റ് IV ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടുകൂടി തന്നെ ഇത് ചെയ്യും. അതിനുശേഷം ഹീറ്റ് സ്ട്രോക്കിൻ്റെ സിവിയോറിറ്റി നോക്കിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്യും. ഈ ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ശരീരം തണുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക എന്നത് ഈ കാലാവസ്ഥ നൽകുന്ന പാഠമാണ്. ആരോഗ്യ പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ള കാലം കൂടിയാണ്. അതിനാൽ വ്യക്തിപരമായ ജാഗ്രതയും ഈ സമയത്ത് ഏറെ വേണം.